ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും കൂട്ടുകാരെയും പോലീസുകാരും നല്ല എട്ടിത്തിട്ട് ചാമ്പാണ് കേട്ടോ. നല്ല സൂപ്പർ ഇടി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടി. പറയടാ, എവിടെയാടാ ഗൗരി ഒളിപ്പിച്ചിരിക്കുന്നത്? എൻ്റെ പൊന്ന് സാറേ, എനിക്കറിയില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, ഈ പോലീസ് സ്റ്റേഷനൊക്കെ സൗണ്ട് പ്രൂഫ് ആക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ധ്രുവൻ്റെ വായിലേക്ക് കുറേ തുണി അങ്ങ് തള്ളി കയറ്റി വെച്ചിട്ട് ഇടി ഊട്ടിയിട്ട് നല്ല സൂപ്പർ ഇടി കേട്ടോ. അപ്പം നമ്മുടെ ശങ്കർബായും കൂട്ടരും പുറകെ നിൽപ്പുണ്ട്. അപ്പോഴത്തേനും പുറത്ത് നിൽക്കുമ്പോഴത്തേനും അല്ല, എന്താണെങ്കിലും സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ, മ്യൂട്ടാക്കിയതാണോ? അതിടയ്ക്ക് അവൻ കരയുന്നുണ്ടായിരുന്നല്ലോ, അത് ഇപ്പം കേൾക്കണില്ല. എന്ത് പറ്റുമാവോ? പോലീസുകാരെ ഇടിവല നിർത്തി കാണുമോ? എടാ, അവന്മാരൊക്കെ ക്രൂരം മനസ്സല്ലടാ, അങ്ങനെയൊന്നും അവൻ കരയില്ലട്ടോ. അത് ശരിയാണ് ശങ്കർബായി പറഞ്ഞത് കേട്ടോ, കറക്റ്റ്. അപ്പോൾ അതേ പോലീസുകാരൻ ഇടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എൻ്റെ ശങ്കർ ഒന്നെങ്കിൽ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കറിനെ അകത്തേക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ അതെ ഇപ്പോൾ വരാട്ടോടാ എന്ന് പറഞ്ഞ് ശങ്കർ നേരെ അകത്തേക്ക് ചെന്നപ്പോഴത്തേനും ഇടിച്ച് പാരിപ്പിളക്കി വെച്ചിരിക്കുകയാണ് ധ്രുവൻ്റെ. ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്, പക്ഷേ കുറ്റം അതിവൻ സമ്മതിച്ചിട്ടില്ല. എടാ ധ്രുവ, സാറിൻ്റെ കയ്യിൽ നിന്ന് ഇടി കൊണ്ട് ചാവാതെ സത്യം പറഞ്ഞോട്ടോ. എൻ്റെ ഗൗരി എവിടാ? എൻ്റെ പൊന്ന് ശങ്കർബായി, ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല. കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഫോൺ കളഞ്ഞു പോയി, അത് മോഷണം പോയതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഞാൻ പരാതി വരെയും കൊടുത്തതാ. ഇവന്മാരെ പുതിയ പുതിയ കള്ളങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണല്ലോ സാറേ. എൻ്റെ ശങ്കർബായി, സത്യമായിട്ടായി കള്ളവല്ല ഈ പറയണത്. ഇതൊക്കെ ഞങ്ങൾ കള്ളവല്ല. ഏട്ടത്തിയമ്മ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ശങ്കർ, ഒരു കാര്യം ചെയ്യാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ഒരു റൗണ്ട് കൂടി ഇടിയും കൂടി കൊടുക്കാം. ഇടി ചിലപ്പം ഇനി മയത്തിലായി പോയത് കൊണ്ടാണോ? കുറച്ചുകൂടെ കട്ടിക്ക് കൊടുക്കാം. അത് കൊള്ളാലോ, ഒട്ടും കുറയ്ക്കണ്ട, നല്ല കട്ടിക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ ശങ്കറെ, ഒരു 5ൻ്റെ കട്ടി ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് 7ൻ്റെ കട്ടിക്ക് തുടങ്ങാം. അതോ നേരിട്ട് 7ലേക്ക് കയറിയ ഒരു സുഖമില്ലെന്നേ. അയ്യോ, 7 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റൊണാൾഡോ ഫാനല്ലേ. പക്ഷേ ഇവിടെ സാറിൻ്റെ സന്തോഷമാണ് പ്രധാനം. അടുത്ത റൗണ്ട് നമുക്ക് 5 മതിയെന്നേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 തുടങ്ങാം എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് അതല്ല സാറേ, എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ഗൗരിയെ കണ്ടെത്തണം സാറേ. ഭയങ്കര വിഷമിക്കാതിരിക്കാം. ഇവനെ ഇടിച്ച് ഞാൻ ചോര ശാർത്തിപ്പിക്കും. ഞാൻ ഒരു സംശയം വേണ്ട ശങ്കരന, നിങ്ങളെപ്പോലെ ഒരു പാവ മനുഷ്യനെ വേദനിപ്പിച്ച് ഇവനോട് കേരള പോലീസ് ക്ഷമിക്കില്ല ശങ്കരെ, ക്ഷമിക്കില്ല. അപ്പം അടുത്ത റൗണ്ട് വൈകിക്കണ്ട സാറേ, ഇപ്പം തന്നെ തുടങ്ങിക്കോ. ഒരു 5 മിനിറ്റ് ഇപ്പം തുടങ്ങാം ശങ്കറെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കു ഇങ്ങനെ നോക്കിയിട്ട്, എടാ ധ്രുവ, എൻ്റെ ക്ടാവിനെ നീ കുറേ ദ്രോഹിച്ചല്ലടാ, അതിനൊക്കെ ചേർത്തുള്ള പണിയാട്ടോ ഇപ്പം ഈ കിട്ടിക്കൊണ്ടിരിക്കണത്, കിട്ടാൻ പോണത്. അപ്പോൾ ഇതൊക്കെ കേട്ട ധ്രുവനിങ്ങനെ നമ്മുടെ ശങ്കു ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഗാങ്സ്റ്റർ തമ്മീനെയാണ്. മഞ്ചാടിക്കുരു കൊണ്ട് കളി നടക്കുകയാണ്. എന്താ തമ്മിയണ, എന്ത് പറ്റി? ആടാ, വല്ലാത്ത മടുപ്പാട്ടോടാവേ തമ്മിയണ. 3 നേരം നല്ല കറക്റ്റ് ആഹാരം, പിന്നെ അതും നോൺ വെജ്, പിന്നെ പറയണം കളിക്കാൻ മഞ്ചാടിക്കുരു, നോസ്റ്റൾജിയ. പിന്നെ എന്തിനാ തമ്മിയണ്ണ എന്ത് മടുപ്പ്? എടാ, ഒരു കൊടൂര ഗാങ്സ്റ്റർ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സ് യാന്ത്രികമായി പോടാ വിക്രമ. അതുകൊണ്ട് ദേഹം അനങ്ങുന്നില്ലല്ലോ, ശരീരമൊക്കെ ഒന്ന് ഇളകിയാലേ മനസ്സിനൊരു സന്തോഷമൊക്കെ ആവുള്ളൂ എന്നേ. അതെ, എങ്കിൽ നമുക്കൊരു വേറെ ഗെയിം പിടിച്ചാലോ? തമ്മിയാണ് ഹാപ്പിനെസ്സാണ് നമുക്ക് പ്രധാനം, അതാണ്. എന്നാ പിന്നെ തമ്മിയാണ് എൻ്റെ ദേഹം അനങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അപ്പം അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇവന്മാരെ ബോൾ എടുത്ത് എറിയാണ് കേട്ടോ. നമ്മുടെ തമ്പി എണ്ണിട്ട് ഊടുപാട് ഏറ് കിട്ടുന്നുണ്ട്. അടിപൊളി, നല്ല സൂപ്പർ ഇടി. അവസാനം വിക്രമനെ ഊടുപടി ഇടിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ യോഗിനി അമ്മേനെയാണ്. അപ്പോൾ യോഗിനി അമ്മ കളരിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗരി അവിടേക്ക് വന്നു. ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറച്ച് നേരം യോഗിനി അമ്മയുടെ ഓരോ അഭ്യാസങ്ങളൊക്കെ. അവസാനം യോഗിനി അമ്മ ഇതൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഗൗരി അകത്തേക്ക് കയറി ചെന്നു കേട്ടോ. എന്താ എന്ന് ചോദിച്ചു. പറഞ്ഞു, നിൻ്റെ സംശയങ്ങൾ നീ ചോദിച്ചോളൂ, ചിലതിനൊക്കെ നിനക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. യോഗിനി അമ്മ ശങ്കറിൻ്റെ കൈലാസ യാത്രയെക്കുറിച്ച് യോഗിനി അമ്മ പറഞ്ഞിരുന്നില്ലേ? അഹോരികൾ ശങ്കറിൻ്റെ വരവിനായി കാത്തു നിൽക്കുന്നു എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവണില്ല യോഗിനിയമ്മേ. അല്ല,
ശങ്കർ എന്നെ ഉപേക്ഷിച്ച് പോവും എന്നാണോ ആ പറഞ്ഞത്? ചിലതൊക്കെ ശങ്കറിന് ഉപേക്ഷിക്കേണ്ടി വരും, പക്ഷേ ആ യാത്രയിൽ നീയും അവനോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ശങ്കറിന് ഉപേക്ഷിക്കേണ്ടി വരുന്നത് രോഹിണിയമ്മേ? അത് കാലം നിനക്ക് തെളിയിച്ചു തരും. എന്തിനാണ് ഈ യാത്ര? അത് അവൻ്റെ നിയോഗമാണ്. ആ നിയോഗത്തിലേക്കാണ് അവൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാകാതെ, യോഗിനിയമ്മേ, എനിക്ക് പരിചയമുള്ള ശങ്കറും ഈ യോഗിനിയമ്മ പറയുന്ന ശങ്കറും രണ്ടും തമ്മിൽ അതാണ്, അവന് പോലും പരിചയമില്ലാത്തൊരു ശങ്കർ അവൻ്റെ ഉള്ളിലുണ്ട്. അവനുള്ളിലുള്ള ആ ശങ്കർ മഹാദേവനെ അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാ സത്യം. പാമ്പിൻ്റെ വിഷം അവൻ ഏൽക്കാതിരുന്നതും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് എല്ലാം നിന്റെ കൺമുന്നിൽ നീ കണ്ടതല്ലേ? പക്ഷേ യോഗിനിയമ്മേ, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ നീ ഉദ്ദേശിച്ചത്? അറിയാം, എല്ലാം എനിക്കറിയാം. ഇതുവരെ നടന്നതും ഇനി നടക്കാനിരിക്കുന്നതും ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ലൈഫിൽ എന്താ ഇനി സംഭവിക്കാൻ പോണ യോഗിനിയമ്മേ? ശങ്കർ ഒരു വിശേഷപ്പെട്ട ജന്മമാണ്. കാലഭൈരവനായ സാക്ഷാൽ കാശിനാഥൻ്റെ സാന്നിധ്യം ജന്മം കൊണ്ട് തന്നെ ശങ്കറിന് കൈവന്നിട്ടുണ്ട്. മനസ്സിലായോ നിനക്ക്? ഈ ജന്മത്തിൽ അവൻ്റെ കൈകൊണ്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ഒക്കെയുണ്ട്. അവൻ്റെ ജന്മം ആ നിയോഗത്തോട് തന്നെ ചേർന്നിരിക്കുന്നു. അതിലേക്കായിരിക്കും അവൻ്റെ യാത്രയും. ഞാൻ നിന്നോട് പറയുന്ന ഈ കാര്യങ്ങൾ നമുക്കിടയിൽ മാത്രം നിൽക്കേണ്ടതാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലായോ? മനസ്സിലായി. ശങ്കറിനോട് ഞാനിതേക്കുറിച്ച് ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ. അപ്പോൾ ഗൗരി അങ്ങ് പോകാൻ തുടങ്ങി. വീണ്ടും യോഗിനിയമ്മ വിളിച്ചു. ഗൗരി എന്ന് വിളിച്ചു. യോഗിനിയമ്മ എന്ന് വിളിച്ചു. നിൻ്റെ അച്ഛനെ ഒന്ന് കാണണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതേ യോഗിനിയമ്മേ, സത്യമാണ് പറഞ്ഞത്. എനിക്ക് യോഗിനിയമ്മേ ഈ സമയത്ത് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നില്ലേ? പക്ഷേ ആദർശനെ രക്ഷപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നില്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ. ഗൗരി, യഥാർത്ഥത്തിൽ ജീവന് ആപത്ത് സംഭവിക്കേണ്ടതായിരുന്നോ? അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഈ അവസ്ഥയിൽ നിൻ്റെ കുടുംബത്തിന് അതുകൂടി താങ്ങാൻ കഴിയുമായിരുന്നോ? യോഗിനിയമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മയും ചീത്തയുമായ കാര്യങ്ങൾക്ക് പിന്നിലും ഈ പ്രപഞ്ചം ഒരു രഹസ്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഗൗരി. അത് മനസ്സിലാക്കുക. നിന്റെ മരണമാണ് ഇപ്പോൾ വഴിമാറിപ്പോയിരിക്കുന്നത്. കാലഭൈരവൻ്റെ അനുഗ്രഹം, കാശിനാഥൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ നിന്റെ ശങ്കറിൻ്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കോളൂ. അവസാനം ഗൗരിയും യോഗിനിയമ്മയും കൂടി അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഗൗരി അങ്ങ് പോയി. അപ്പം നമ്മുടെ ശംഖുവിൻ്റെ അഭിനയം തകർക്കാണ് കേട്ടോ. ശംഖുവും അതുപോലെ തന്നെ രാധാമണിയും മഹാദേവനും ഗംഗയും ഉണ്ട്. അപ്പോൾ ശംഖു ആകെ വിഷമിച്ചിരിക്കുകയാണ്, വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ. അപ്പോൾ വേഗം തന്നെ മഹാദേവൻ, എടാ കൊട്ടിശങ്കരാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേടാ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാവടാ, നിരാശ വരാതെ. എങ്ങനെ നിരാശപ്പെടാണ്ട് ഇരിക്കും എൻ്റെ അച്ഛ? എങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ ധ്രുവനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഗൗരിയിലേക്ക് എത്താനുള്ള വഴി തെളിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനൊരാശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. പോലീസുകാർ നല്ല ഇടി കൊടുത്തിട്ടും അവനാണിത് ചെയ്തതെന്ന് അവൻ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് രാധാമണി. എത്ര ഇടി കൊടുത്തിട്ടും അവനൊന്നും അറിയുന്നില്ല കേട്ടോ പറയണത്. ഇനി ചിലപ്പോൾ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് ആ ചെറുക്കനല്ലെങ്കിലോ എന്ന് പറയാണ് രാധാമണി. മഹാദേവൻ, അവൾ ആരടി? നിൻ്റെ മൂത്തമ്മായിയുടെ മകനാണോ? അത്ര വലിയ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവനെ ന്യായീകരിക്കുന്നത് നീ ഇരുന്ന് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് വേറെ ആരെങ്കിലും ആണെങ്കിലോ? അവൻ തന്നെയാ, അവൻ മാത്രമാണ് ഇത് ചെയ്തത് എന്ന് മഹാദേവൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയാം. ഗൗരിയോട് ശത്രുത ആർക്കാ? അവന്. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഇപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ? ആ ധ്രുവനാണ് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് എന്നല്ലേ? പക്ഷെ ശരിക്കും വേറെ ആരെങ്കിലും ആണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെങ്കിലോ? അയ്യോ, ഈ വാഷ് ഔട്ട് രാധാമണി തങ്കച്ചി എങ്ങോട്ടാടി പറഞ്ഞ് പോണത്? എൻ്റെ നെഞ്ചത്തേക്കാ നിന്നെ ഞാൻ. അപ്പോൾ ഉള്ള കാര്യം കേട്ടോ അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശങ്കർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ആ ഗൗരിയുടെ കേസിലെ അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാദേവൻ വേഗം തന്നെ എടുത്തയാടി,
എടാ കുട്ടിശങ്കര, അതെ, ഈ ലോകത്ത് വല്ല ബ്രെയിക്കും ഉള്ള ആളാണെങ്കിൽ ഈ തള്ള പറയുന്നത് നീ ശ്രദ്ധിക്കോടാ എന്ന് ചോദിച്ചു. ആ അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതെ, നീ ഇനി ഒരക്ഷരം വേണ്ടിയാ എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ലത് മേടിക്കും, മിണ്ടാതിരിക്കടി അവിടെ എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ മിണ്ടാതിരുന്നു. അച്ഛാ, ധ്രുവൻ പോലീസിനോട് ഒന്നും സമ്മതിച്ചിട്ടില്ല എങ്കിലും അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ മഹാദേവനൊരു സന്തോഷം. അവൻ അങ്ങനെയാണല്ലോ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ധ്രുവനെ കൈ കെട്ടിയപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ. ശോ, ആ വഴി അടഞ്ഞു പോയല്ലോ എൻ്റെ ഈശ്വരാ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗംഗയും ശങ്കറൂടെ ഒന്ന് നോക്കിയിട്ടോ. അപ്പം അഭിനയം നടക്കട്ടെ എന്നുള്ള മട്ടിൽ ഗംഗ വേഗം എഴുന്നേറ്റ് ശംഖുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നിട്ട് തോളിലൊക്കെ കൈ വെച്ചു കേട്ടോ. എടാ ശംഖു, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. എന്നിട്ട് ശംഖുവിൻ്റെ കൈ ഇങ്ങനെ കൈയോട് കൈ ചേർത്ത് പിടിച്ച് രണ്ടുപേരും ആഹാ എന്താ സന്തോഷം. നമ്മളെ മഹാദേവൻ്റെയും രാധാമണിയുടെയും മുഖത്താണെങ്കിൽ എന്താ പറയുക, ഒരു പെരുന്നാൾ നടന്ന സന്തോഷം പൂത്തിരി വിതർന്ന പോലെ നിൽക്കുകയാണ് രണ്ടുപേരുടെയും ചിരിയും സന്തോഷവും കേട്ടോ. നോക്കെന്ന് പറഞ്ഞിങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ വേഗം തന്നെ ശംഖു നമ്മുടെ ഗംഗ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഹാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് രാധാമണി, അതെ ഞങ്ങളുടെ ശങ്കർബായി ഇങ്ങനെ തോറ്റു കൊടുക്കാൻ പാടുണ്ടോടാ എന്ന് ചോദിച്ചു ഗംഗ. എടാ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. പോലീസിൻ്റെ ഇടുകൊണ്ട് അവൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷേ ശങ്കർബായിയുടെ കൈ അവൻ്റെ നേരെ ഉയർന്നാൽ അവനെ കൊണ്ടത് താങ്ങാൻ പറ്റൂടാ മോനെ. അവൻ തത്ത പറയുന്നത് പോലെ പറയില്ലേ എല്ലാം. എടാ കുട്ടി ശങ്കര, ദേ ഗംഗ മോൾ ഇപ്പം പറഞ്ഞ കാര്യത്തിലും നല്ല കാര്യമുണ്ട് കേട്ടോ. അത് കറക്റ്റ് കാര്യം കേട്ടോ. നീ അവനെ ഒന്ന് ചോദ്യം ചെയ്യാം. ഗംഗ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അവന് ഒരു ചെറിയ റൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ. നാളെ ഉണ്ടല്ലോ അവൻ്റെ ആ മിടല്ല ഉമ്മളങ്കാറ്റ ഞാൻ അടിച്ച് തീർപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ തളർന്നു പോകുമ്പോൾ നീ വേണം കേട്ടോ എനിക്ക് പോസിറ്റീവ് എനർജിയൊക്കെ തരാനായിട്ട്, കൂടെ നിൽക്കാനായിട്ട്. അതാണ്. അപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോടാ ശംഖു, ഞാൻ നിൻ്റെ കൂടെ അല്ലേ, നിനക്ക് എനർജി പകരാനായിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. രണ്ടുപേരും നാണപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരുടെയും. ആഹാ. ഈ സമയത്ത് ഗംഗ മോള് ഇവിടെ ഉണ്ടായിരുന്നത് വളരെ നന്നായി മോളെ എന്ന് ഉണ്ടെങ്കിൽ രാധാമണി, അല്ലെങ്കിലേ ഇവനെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേറെ ആരെയാ ഇവിടെ ഉണ്ടാകുക. അപ്പോൾ വേഗം തന്നെ ഗംഗയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഗംഗ ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശംഖുവിനെ ഒന്ന് നോക്കി. എന്നിട്ട് അതെ, ഒരു അർജൻറ്റ് കോളാ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ വേഗം ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോവാണ്. ഇത് കണ്ടപ്പോഴത്തേനും രാധാമണിക്ക് ഒരു സംശയം, ആരായിരിക്കും വിളിച്ചിരിക്കുക എന്ന് ഓർത്തിട്ടോ. അപ്പോൾ ശംഖുവിന് കാര്യം മനസ്സിലായി. അപ്പോൾ ഗംഗ വേഗം റൂമിലേക്ക് ചെന്നിട്ട് ഹലോ ഗംഗ, ഞാനാ. എൻ്റെ ഗൗരി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. അത് അപകടമാണ്. യോഗിനി അമ്മ പറഞ്ഞിട്ടാ ഞാനിപ്പോൾ വിളിക്കുന്നത്. അമ്മയ്ക്കെൻ്റെ അവസ്ഥ അറിയാം. എൻ്റെ പൊന്നു ഗൗരി, കുറച്ച് ദിവസമായിട്ട് നീ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ശംഖു നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ. ഇവിടെ നിൽക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. യോഗിനി അമ്മ എന്നെ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് എന്നെ കാണുന്നത്. പിന്നെന്താ, വൃന്ദ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നുമുണ്ട്, കെയർ ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്തിനാ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് നേരിട്ട് കാണണം ഗംഗേ. ഇല്ല, പറ്റില്ല. ഇത് പറയാൻ വേണ്ടി ഞാൻ ശങ്കരനെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിളിച്ചത്. എൻ്റെ ഗൗരി, നിനക്ക് ശ്യാമങ്ങളിനോട് ഫോണിൽ സംസാരിച്ചാൽ പോരാ. എനിക്കെൻ്റെ അച്ഛനെ നേരിട്ടൊന്ന് കാണണം. അത് റിസ്ക്കാ. വേണോ? എന്നെ കാണാതായത് മുതൽ എൻ്റെ അച്ഛൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയണത്. എന്നെ ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചാൽ അച്ഛൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടും. എത്ര റിസ്ക് ആണെങ്കിലും സാരമില്ല, എനിക്കെൻ്റെ അച്ഛനെ കണ്ടേ പറ്റൂ. ഗൗരി, നീ വിഷമിക്കൊന്നും വേണ്ട, സമാധാനപ്പെടാം. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ ഗംഗേ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും. അതുകൊണ്ട് അധികം നേരം നമ്മൾ ഈ സംസാരിക്കുന്നത് ശരിയല്ല. നീ കോൾ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ്
ഗംഗ വേഗം ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നോക്കുന്നത് നമ്മുടെ രാധാമണിയുടെ മുഖത്തേക്കാണ്. ഓ എൻ്റെ പൊന്നോ, എന്താ സംഭവിക്കാമെന്ന് ഇനി അറിയില്ലല്ലോ. ആകെ ഗംഗയ്ക്ക് വെപ്രാളം പരവേശമൊക്കെ ആയിട്ടോ. എൻ്റെ അമ്മോ, ഞങ്ങൾ സംസാരിച്ചത് രാധമ്മായി ഇനി കേട്ടിട്ടുണ്ടാവുമോ എന്നൊരു പേടി. അപ്പോൾ രാധാമണി നേരെ അകത്തേക്ക് കയറി വന്നു. എന്താ രാധമ്മായി, എന്താ രാധമ്മായി വന്നിട്ട് കുറേ നേരമായോ? അമ്മായി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആരായിരുന്നു മോളെ ഫോണിൽ? അത് എൻ്റെ ഒരു ഫ്രണ്ടാ. എവിടത്തെയാ? നാട്ടിലുള്ളതാണോ അത് ബാംഗ്ലൂരുള്ളതാണോ? അത് പിന്നെ ബാംഗ്ലൂരുള്ളതാ. ബാംഗ്ലൂരുള്ളതാണെങ്കിൽ മലയാളത്തിലാണല്ലോ മോൾ സംസാരിച്ചത്. മലയാളിയാ? ഓഹോ. അല്ല, നിങ്ങളെന്താ സംസാരിച്ചത്? പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. വിശേഷങ്ങൾ, തൃശ്ശൂർ, അങ്ങനെയൊക്കെ അതൊക്കെ സംസാരിച്ചു. ഗൗരിയെക്കുറിച്ച് സംസാരിച്ചില്ലേ? ചോദിച്ചു. അന്വേഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അല്ല മോളെ, അമ്മായി മോളോടൊരു കാര്യം ചോദിക്കട്ടെ? മോള് ഈ റീൽസൊക്കെ ചെയ്യുന്ന ആളല്ലേ? അപ്പോൾ പിന്നെ അതിനകത്ത് ഇങ്ങനെ ഗൗരിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അമ്മായി എന്ന് പറഞ്ഞു. എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എന്താ മോളെ, മോളുടെ മുഖത്തൊരു വിളർച്ച, എന്തോ ഒരു തെളിച്ചക്കുറവ് പോലെ? ഒന്നുമില്ല രാധമ്മായി, തോന്നിയതായിരിക്കും. ഗംഗമ്മക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ രാധമ്മയോട് തുറന്നു പറയണം. പിന്നെ അതുകൊണ്ട് എന്നാൽ പോട്ടെ, ശരി മോള് വാ, ആഹാരം കഴിക്കാം. വേണ്ട രാധമ്മായി, എനിക്ക് ഇത്തിരി കഴിഞ്ഞു മതി. മോള് നിർബന്ധിച്ചാലേ ശങ്കറും എന്തേലും കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് മോള് കഴിച്ചില്ലെങ്കിലും സാരമില്ല. അവനെ ഒന്ന് എന്തെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കണം. അവനെ ആശ്വസിപ്പിക്കേണ്ടതും അവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ഇപ്പം ഗംഗ മോളുടെ കൂടെ കടമയല്ലേ? അതുകൊണ്ട് പിന്നെ ആരെയാണ് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം എന്നൂടെ രാധാമണി ചേർത്തു കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ ഗംഗ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.